വീട്ടുമുറ്റത്തെ റോസാ ചെടി പൂക്കുന്നില്ലേ? ഇനി ടെൻഷൻ വേണ്ട. വീട്ടിൽ നിന്നും തന്നെ ലഭിക്കുന്ന ഈ ഒരിറ്റു വെള്ളം മതി ചെടികൾ പൂത്തുലയും. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. റോസാപ്പൂ കുലകുലയായി പൂവിട്ട് നിൽക്കുന്ന നയനാനന്ദനമായ കാഴ്ച കാണാൻ ഇനി പല പാർക്കുകളിലേക്കും ഉദ്യാനങ്ങളിലേക്കും പോകേണ്ട ആവശ്യമേ ഇല്ല. സ്വന്തം വീട്ടുമുറ്റങ്ങളിൽ അലങ്കരിച്ച് നിങ്ങളുടെ കൺവെട്ടത്തും വിരിയിക്കാം. ഇനി റോസാപ്പൂ വസന്തം. നമ്മളൊക്കെ വെറുതെ കളയുന്ന ഒരു പദാർത്ഥം അല്പമൊന്ന് കരുതി ഉപയോഗിച്ചാൽ നിങ്ങൾക്കും ഇത് സാധ്യമാകും കേട്ടോ. എല്ലാ വീടുകളിലും നിത്യേന ഉപയോഗിക്കുന്ന അരി കഴുകിയ ശേഷം ആ വെള്ളം നാം എന്താണ് ചെയ്യാറുള്ളത്? ഒരു കാര്യവുമില്ലാതെ ഒഴുക്കിക്കളയും. അതൊരു പാത്രത്തിൽ ശേഖരിച്ച് വെച്ച് പൂന്തോട്ടത്തിൽ ഉപയോഗിച്ചാൽ മാറ്റം കണ്ടറിയാം. മനസ്സിനും കണ്ണിനും കുളിർമയേകി പൂക്കൾ വിടർന്ന് വിലസുന്ന പൂന്തോട്ടങ്ങൾ നിങ്ങൾക്കും കാണാനാകും. നിങ്ങൾ പൂക്കളെയും പൂന്തോട്ടങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഈ ടിപ്പ് നിങ്ങൾക്കുള്ളതാണ്. വെറൈറ്റികൾ നിരവധിയുള്ള ഒരിനമാണ് റോസ്. അതുകൊണ്ട് തന്നെ പൂന്തോട്ടം ഒരുക്കുന്നവർ ആദ്യം കൈവയ്ക്കുന്ന ഇനവും റോസാ ചെടി തന്നെയായിരിക്കും. റോസാ ചെടികളുടെ വിവിധ വെറൈറ്റികൾ നഴ്സറിയിൽ നിന്നും വാങ്ങിയ പലരും പിന്നീട് നിരാശരാവുന്ന കാണാറുണ്ട്. നിറയെ പൂക്കൾ വിരിയുന്ന ചെടി എന്നാൽ ഇപ്പോൾ പൂക്കുന്നില്ലെന്ന് പലരും പറയുന്നു. അത്തരക്കാർക്ക് കൂടി ആഹ്ലാദം പകരുന്ന ഈ പൊടിക്കൈ റോസാ ചെടികൾ പൂത്തുലയാനുള്ള ഒരു വലിയ മാർഗമാണ് കേട്ടോ. എത്ര കാലമായിട്ടും പൂക്കൾ വിരിയാത്ത ചെടികൾ പൂ വിരിക്കാനുള്ള ഒരു ടിപ്പാണിത്. വീട്ടിൽ എന്നും ലഭിക്കുന്ന അരിവെള്ളം, അതായത് അരി കഴുകിയ വെള്ളം, ദിവസവും രാവിലെ ഈ വെള്ളം റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ വേഗത്തിൽ പുതിയ തളിരുകൾ മൊട്ടുകളും വിരിയും. വളം വാങ്ങി ഇനി പണം കളയാതെ തന്നെ പൂക്കൾ വിരിയിക്കാനാകും. അരി കഴുകിയ വെള്ളം എന്ന് കേട്ട് സംശയത്തോടെ നെറ്റിച്ചുളിക്കേണ്ടതില്ല. ഈ വെള്ളത്തിന് മണ്ണിലെ നല്ല ബാക്ടീരിയകളെ ഉത്തേജിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. സ്ഥിരമായി ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ചെടികൾ തഴച്ചു വളരാനും പൂക്കൾ വിരിയാനും കാരണമാകുമെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.